എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട്. അപ്പം നിങ്ങൾ ഈ ചാനലിലെ വീഡിയോസ് ആദ്യമായി കാണുന്നതാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ലോകത്ത് ഭയാനകമായ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഒട്ടേറെ പേർക്ക് അസാധാരണമായ അനുഭവങ്ങൾ നേരിടേണ്ടി വന്ന ഇത്തരം സ്ഥലങ്ങളിലേക്ക് പര്യവേഷണം നടത്താൻ പലരും ഭയത്തോടെയോ അല്ലെങ്കിൽ ധൈര്യത്തോടെയോ സാഹസികമായി എത്താറുമുണ്ട്. അങ്ങനെ ഇന്ത്യയിലെ പ്രേതബാധയുള്ള അല്ലെങ്കിൽ ഭീതിജനകമായ സ്ഥലങ്ങളെക്കുറിച്ചുള്ള പട്ടികയിൽ രാജസ്ഥാനിലെ ബാൻഗഡ് കോട്ടയും മുൻനിരയിലാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും ദുരൂഹമായ ഒരു സ്ഥലമായിട്ടാണ് പലരും ബാൻഗഡ് കോട്ടയെ വിശേഷിപ്പിക്കുന്നത്. നമുക്ക് ബാൻഗഡ് കോട്ടയുടെ ചരിത്രമൊന്ന് പരിശോധിക്കാം. വളരെ പണ്ട് രാജസ്ഥാനിലെ ബാൻഗർ എന്ന പട്ടണത്തിൽ ഒരു വലിയ കോട്ടയുണ്ടായിരുന്നു. ഈ കോട്ടയിൽ രത്നാവതി എന്ന അതിസുന്ദരിയായ ഒരു രാജകുമാരി പാർത്തിരുന്നു. അങ്ങനെ രത്നാവതിക്ക് വിവാഹപ്രായമായി. പല നാടുകളിൽ നിന്നും രാജകുമാരന്മാർ അവളെ വിവാഹം കഴിക്കണമെന്ന ആഗ്രഹത്തോടെ രാജാവിന് സമീപം ആലോചനകളുമായി എത്തി. എന്നാൽ ആയിടെ അവിടെ വന്നു ചേർന്ന സിംഗിയ എന്ന ഒരു ദുർമന്ത്രവാദി രത്നാവതിയെ കാണാൻ ഇടയാകുകയും അവളിൽ ആകൃഷ്ടനാകുകയും ചെയ്തു. എങ്ങനെയും അവളെ സ്വന്തമാക്കണമെന്ന ആഗ്രഹം അയാളിൽ ഉറച്ചു. നേരിട്ട് ചെന്ന് ചോദിച്ചാൽ രാജാവ് വിവാഹം കഴിച്ച് തരില്ല. അതിനാൽ ദുർമന്ത്രവാദത്തിലൂടെ രത്നാവതിയെ സ്വന്തമാക്കാൻ സിംഗിയ തുനിഞ്ഞു. ആ ഇടയ്ക്ക് ചന്തയിൽ വെച്ച് രത്നകുമാരിയുടെ ഒരു ദാസിയെ സിംഗിയ കണ്ടു. രത്നാവതിക്ക് തലയിൽ തേക്കാൻ എണ്ണ വാങ്ങാൻ വന്നതായിരുന്നു അവൾ. ദാസി വാങ്ങിയ എണ്ണയിൽ ദുർമന്ത്രവാദി കുറെ മന്ത്രക്രിയകൾ ചെയ്തു. അത് തലയിൽ തേച്ചാൽ രത്നാവതി മന്ത്രവാദിയെ ഭർത്താവായി സ്വീകരിക്കേണ്ടി വരും. എന്നാൽ രത്നാവതി വളരെ ബുദ്ധിമതിയായിരുന്നു. അവൾ ആ എണ്ണ തലയിൽ തേച്ചില്ല, പകരം തറയിൽ ഒഴിച്ചു കളഞ്ഞു. എണ്ണ വീണ മണ്ണ് ചുരുണ്ട് കട്ടികൂടി ഒരു പാറയായി മന്ത്രവാദിയുടെ നേർക്ക് ഉരുണ്ടെത്തിയെന്നും അതിടിച്ച് മന്ത്രവാദി മരിച്ചെന്നുമാണ് കഥ. എന്നാൽ മരിക്കുന്നതിന് മുൻപ് മന്ത്രവാദി ബാൻഗർ എന്ന ഈ സ്ഥലത്തെ കഠിനമായി ശപിച്ചു. ഈ സ്ഥലം നശിച്ചു പോകട്ടെ എന്നായിരുന്നു മന്ത്രവാദിയുടെ ശാപം. ഇതിന്റെ ബലമോ എന്തോ തൊട്ടടുത്ത വർഷം തന്നെ അയൽരാജ്യമായ അജബ്ഗഡ് യുദ്ധത്തിൽ ബാൻഗഡിനെ ആക്രമിച്ചു. രക്തരൂക്ഷിതമായിരുന്നു ആ പോരാട്ടം. ബാൻഗറിലുള്ള എല്ലാവരും അജബ്ഗഡ് സൈന്യത്തിന്റെ വാളിനിരയായി. അങ്ങനെ രത്നാവതിയും കോട്ടയ്ക്കുള്ളിൽ വെച്ച് കൊല്ലപ്പെട്ടു. പിന്നീട് ബാൻഗർ ഒരു അപ്രധാന പട്ടണമായി മാറി. അരുംകൊലകൾക്ക് സാക്ഷിയായ കോട്ട മുടിഞ്ഞു തുടങ്ങി. ഈ കോട്ടയിൽ നിന്ന് രാത്രിയിൽ ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി. ഉറക്കെ ഒച്ച വെച്ച് ചീറിയ ശേഷം പൊടുന്നനെ പൊട്ടിക്കരയുന്ന സ്ത്രീ ശബ്ദം പലരും കേട്ടു. കോട്ടയ്ക്ക് സമീപം നടന്നവർ പൊടുന്നനെ പ്രത്യക്ഷപ്പെടുന്ന പ്രകാശങ്ങളും ക്ഷണനേരം കൊണ്ട് തെന്നിമറിയുന്ന രൂപങ്ങളും കണ്ടു. കോട്ടയ്ക്കുള്ളിൽ കടന്നവരിൽ ചിലർ ഇരുട്ടിൽ പെട്ടെന്ന് ഒരു കൈ വന്ന് തങ്ങളെ വീശിയടിച്ചതായ അനുഭവം പങ്കുവച്ചു. വേറെ ചിലർ ഇന്നും ഭൂമിയിലില്ലാത്ത തരം പെർഫ്യൂമുകളുടെ സുഗന്ധം കോട്ടയ്ക്കുള്ളിൽ ഉയരുന്നുണ്ടെന്ന് പറഞ്ഞു. ഇന്ത്യയിലെ ഏറ്റവും ഭയപ്പെടുത്തുന്ന സ്ഥലമായ രാജസ്ഥാനിലെ ബാൻഗർ കോട്ടയെക്കുറിച്ചുള്ള കഥകളാണ് ഇവയൊക്കെ. കോട്ടകളുടെയും കൊട്ടാരങ്ങളുടെയും നാടാണ് രാജസ്ഥാൻ. സംസ്ഥാനത്തെ ആൾവാർ മേഖലയിലാണ് ആളുകളെ നൂറ്റാണ്ടുകളായി പേടിപ്പിക്കുന്ന ഈ കോട്ട നിലനിൽക്കുന്നത്. പ്രശസ്തമായ സരിസ്ക കടുവ സങ്കേതത്തിന്റെ അതിർത്തിയിലാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. 17-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച ഈ കോട്ടയുടെ നാശത്തിന് പിന്നിലുള്ള കഥയും ആളുകളുടെ പ്രേതാനുഭവങ്ങളും ലോകം മുഴുവൻ ഇപ്പോൾ പ്രസിദ്ധമാണ്. എന്നാൽ പ്രേതക്കഥകൾക്കപ്പുറം ഒരുപാട് ചരിത്രമുറങ്ങുന്ന സ്ഥലം കൂടിയാണ് ബാൻഗഡ് കോട്ട. അക്ബറിന്റെ രാജസഭയിലെ നവരത്നങ്ങളിൽ ഒരാളായിരുന്ന
മധോ സിംഗ് തൻ്റെ മകൻ മാൻസിംഗിനായാണ് ഈ കോട്ട പണിതത്. ഇതിൻ്റെ വസന്തകാലത്ത് 10,000-ലധികം ആളുകൾ ഈ കോട്ടയിൽ കഴിഞ്ഞിരുന്നത്രേ. എന്നാൽ ചരിത്രത്തിൻ്റെ ഇടവേളകളിൽ എപ്പോഴോ ഈ കോട്ട നഗരത്തിൽ ആളുകൾ കുറഞ്ഞു വരികയായിരുന്നു. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ള ഈ കോട്ടയിൽ സൂര്യോദയത്തിന് മുൻപും സൂര്യാസ്തമനത്തിന് ശേഷവും പ്രവേശിക്കുന്നത് SSI വിലക്കിയിട്ടുണ്ട്. എന്താണ് ഈ വിഷയത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം? ഒരു കമൻ്റായി രേഖപ്പെടുത്തുമല്ലോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുമല്ലോ. അടുത്ത തവണ മറ്റൊരു കണ്ടൻറ്റുമായി അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.